ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ വണ്ടൻ കിച്ചൺ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആട്ട പൗഡർ എടുത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ലൂസായിട്ടാണ് കുഴച്ച് വെച്ചത്. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ചപ്പാത്തി കഴിക്കുന്നവർക്ക് രാത്രിയിൽ ഇപ്പോൾ കൂടുതൽ പേരും ചപ്പാത്തിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഒരു ചേഞ്ചായിട്ട് ഇങ്ങനൊരു സാധനം, ഒരു നൂഡിൽസ് പോലെ ആ ഒരു ഷേപ്പിൽ ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ലൂസായിട്ടാണ് കുഴച്ച് വെച്ചത്. ഇച്ചിരി ഉപ്പും കുറച്ച് ഒരു സ്പൂൺ തൈരും ഒക്കെ ചേർത്ത് കുഴച്ച് വെച്ചാണ്. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂട്ടി കുഴച്ചു. ഇത് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അതിങ്ങനെ ഇതിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇട്ടിട്ട് നമ്മളത് പിരിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അത് വേവാനുള്ള വെള്ളമാണ് ഇത്. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വന്നിട്ടില്ല, തിള തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാണ് ഇത് കുഴച്ചത്, എന്നാലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഈ സേവനാഴി എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വട്ടത്തിലുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അല്ല, അതിനെക്കാട്ടിയും വലുതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് പിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ട് വരും. അന്നേരം നമുക്കത് കോരി, ഇവിടെ ഞാനൊരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവും സാധാ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളത് ഊറ്റി ഇങ്ങനെ എടുക്കും. അത് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് കിടക്കട്ടെ കുറച്ച് നേരം. അതിന് ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് കൂടി ചെയ്യാം. ഇപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇനിയിപ്പോൾ ഊറ്റിയെടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡ്രെയിനായിട്ട് ഇങ്ങനെ പോവും. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു പ്ലേറ്റിലോട്ട് അത് കമത്തിയിട്ട് കൊടുക്കും. ഇപ്പോൾ നൂഡിൽസ് പാകമായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ 4 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 മുട്ട ഒഴിച്ച് ചേർത്ത് കൊടുക്കാൻ പോവാണ്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്.
കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മുട്ടയും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാതെ വേണം ഇളക്കാൻ. പൊടിയില്ല, നല്ലോണം വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്, എന്നാലും സൂക്ഷിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ്, ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ ഒരു കൂട്ടം കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതുണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണിത്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, ചിക്കൻ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതില്ലാതെയും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ആവശ്യമുള്ളവരൊന്ന് നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിപ്പോൾ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വീറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും രാത്രിയിൽ ഗോതമ്പ് ഐറ്റംസ് കഴിക്കുന്നതിന് പകരം, ദോശയും പിന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇത് ഒരു പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്, കഴിക്കുന്ന പോലെയാണ്. പക്ഷെ അതിനെക്കാട്ടിയും ഒരു ടേസ്റ്റുമാണ്, അതിനെക്കാട്ടിയും ഹെൽത്തിയുമാണ്. അതിനകത്ത് കുറേ ക്രീമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഒന്നുമില്ല, സിമ്പിളാണ്. ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക് യു.